ഹലോ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്താ? കുബൂസും പിന്നെ ഫലാഫില് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ നമ്മളെ എറജില് വന്ന് വന്ന് മസിരിയാളപ്പം കൂടിയോ എന്ന് ഡൗട്ട്. ശരിക്ക് രാവിലെ ഫുഡ് അത് മതിയാവൂലേ? ശരിക്ക് കുറച്ച് കഴിക്കാം. ഉച്ചക്കിൽ ആവശ്യമാക്കാലോ. ഉച്ചക്കത്തെ ആവശ്യം കണ്ട നല്ല കൈപ്പക്ക ഉപ്പേരിയും നല്ല സാമ്പാറ് മുരുങ്ങക്കായൊക്കെ ഇട്ട് വെച്ച സാമ്പാറും മീൻ പൊരിച്ചതും പിന്നെ പപ്പടവും പിന്നെ അച്ചാറും പോരെ. രാവിലെ കുറച്ച് ഷോർട്ട് ആക്കിയാലും ഉച്ചക്ക് അടിപൊളിയാണ് എന്തായാലും. അങ്ങനെ തന്നെ ശരിക്കും വേണ്ട അല്ലേ? അപ്പൊ എന്താ പറയാ, ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു 100 ലൈക്കെങ്കിലും, 1000 പേരിൽ 100 പേരെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ പറയാ, നമ്മൾ അർജുനെ കിട്ടിയില്ല, എന്തായാലും കിട്ടട്ടെ ഒന്നുകൂടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്താ പറയാ, സാമ്പാറും ചോറും മീൻ പൊരിച്ചതും പൊളിയല്ല സംഭവം. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലത്തെ ക്ഷീണം ഉച്ചക്ക് മാറ്റാറില്ലേ. പപ്പടം കൂടിയും കടിച്ച് മുളക് കിട്ടിയില്ല സംഭവം കേട്ടോ. മുളക് എന്താ കിട്ടാന്ന് ചോദിച്ചപ്പോ സാധനം അവിടെ ഇല്ല. അപ്പൊ രാത്രിക്കത്തെ ഫുഡ് പൊറാട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. പൊറാട്ടയും ചിക്കൻ കറിയും. പൊറാട്ട ഞാൻ എന്നും പറയുന്ന മാതിരി പൊറാട്ട ഇവിടെ അടിച്ചാത്ത പൊറാട്ട. അടിച്ച പൊറാട്ട കിട്ടണ ഇനിയിപ്പോ നാട്ടിൽ പോണ്ട കൊലാണെന്ന് അറിയില്ല. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തൊഴിഞ്ഞിക്കണം. കറിയില്ല. കറിയില്ല, ഫുള്ള് എന്താ പറയാ, അതിന്റെ പീസ് പീസ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് പൊറാട്ട തിന്നാൻ കുറച്ച് മെനക്കെട്ടു. നല്ല വെള്ളം കുടിച്ച് ഏതായാലും. അപ്പൊ പൊറാട്ട ചിക്കൻ കറി നല്ല അടിപൊളി കേട്ടോ. ചിക്കൻ കറി ഉണ്ടാ ഫ്രൈ, എന്താ പറയാ, ഫ്രോസൺ ചിക്കൻ ആവുകൊണ്ട് അതിന്റെ ടേസ്റ്റ് ഇവിടെ കാണണം. നമ്മള് വേറെ ചങ്ങായിമാരുടെ ഇട്ടാ ഒതുക്കം വരുന്നണ്ട കഴിക്കണം. മുളകൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് കടിക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ ഇവരും നമ്മളിപ്പം കൂടി കഴിക്കാണ്ടോ. ഷോപ്പിൽ നിന്നാണെന്ന് നമ്മളെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പൊ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കഴിഞ്ഞപ്പോ കൗണ്ടറിലെത്തിയപ്പോ ചങ്ങായി നല്ല ഹൈദരാബാദ് ബിരിയാണി കേട്ടോ. ബീഫാണോ മട്ടൺ ആണോ എന്നറിയില്ല. നല്ല അടിപൊളി ഹൈദരാബാദ് ബിരിയാണി. റൈസ് കണ്ട നല്ല ഉണ്ട്. പൊറാട്ട തിന്നു, പക്ഷെ എന്നാലും റൈസ് കട്ടുമ്പോ ഒരു രസമല്ല. കഴിച്ചു നോക്കിയതല്ല, വേറെ ആൾക്ക് വേണോന്ന് ചോദിച്ചപ്പോ ആർക്കും വേണ്ട. എന്തായാലും കഴിച്ചു നോക്കാം. നല്ല അടിപൊളി മസാല കേട്ടോ. നല്ല ഹൈദരാബാദ് ഹോട്ടലിൽ ബാക്കിയാവുന്ന സാധനമാണത്. അയാളോട് ചോദിച്ചപ്പോ ഹോട്ടലിൽ ബാക്കി വന്നതാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും കൊടുക്കലുണ്ട്. അപ്പൊ നമ്മളെ കൗണ്ടറിലും വന്നപ്പോ നമുക്ക് തന്നതാട്ടോ. അപ്പൊ അത് കഴിച്ചു. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോ അതാ ഷവായി കിടന്ന് കളിക്കുന്നു. ഷവായും പൊറാട്ടയും. പിന്നെ ഏതായാലും നമ്മൾ വിടോ. ഷവായിന്റെ തോലെങ്കി തോല് മതിയായിരുന്നു എന്നോട്. ഷവായും പൊറാട്ടയും പൊളി മക്കളെ. ഇന്ന് രാത്രി രാവിലക്കത്തിന്റെ ക്ഷീണമാണ് മാറ്റിയതാണ്. അടിപൊളിയെന്ന്. അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറഞ്ഞ റൂമിൽ പോകട്ടോ. റൂമിൽ എന്താ അവസ്ഥ എന്നാ, ഒരുപാട് അലക്കുണ്ടാവും. എന്താ ഇപ്പൊ കടക്കൊക്കെ പുറത്തിട്ടിക്കണെന്നാണ്. ആരെങ്കിലും പുറത്തിറക്കി കേട്ടോ. സംഭവം എന്താ പറയുക, മൂട്ട വന്ന കടക്ക പുറത്തേക്ക് ഇടും, റൂമിന്റെ പുറത്തേക്ക്. അല്ലെങ്കിൽ ആ മൂട്ട കടന്ന് പെരുകും സംഭവം. അതുകൊണ്ടാട്ടോ പുറത്തേക്ക് ഇടുന്നത്. അലക്കണ്ടേതായാലും നീ നാളെ ആക്കഞ്ഞി ഏതായാലും അലക്കല്. മടിയാണ് എല്ലാരെയും പ്രശ്നം. നാളെ ആക്ക, നാളെ നീളെ നാട്ടോ. നാളെ നീളെ ആക്കരുത്. ഏതായാലും റൂമിനകത്ത് ഇപ്പൊ ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ടോ. ആരും ഉറങ്ങിയിട്ടില്ലേ? എല്ലാരും ഉറങ്ങണുള്ളൂ തോന്നുന്നുണ്ട്. നമ്മളെ അതെന്താ ആരോ നുള്ളിപ്പോച്ചേക്കുന്നത്. വെള്ളം ഉണ്ടോ നോക്ക്. കുടിക്കാല്ല പനി ദണ്ടാപാനി ഉണ്ടോ നോക്കട്ടെ. ഏതായാലും ദണ്ടാപാനി ഉണ്ട്. അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് പറയാൻ ലൈറ്റ് ഓഫ് ആക്കി കിടക്കണം. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.